വിശുദ്ധ കുരിശിന്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 38, 39 അധ്യായങ്ങൾ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവം എസെക്കിയേലിനോട് ഗോഗിനെതിരെ നിന്റെ മുഖം തിരിക്കുക എന്ന് പറയുന്നു. ഗോഗിനോടൊപ്പം വലിയ സൈന്യങ്ങൾ ചേരും. പേർഷ്യ, പൂത്ത്, കൂശ്, അതായത് ഉത്തരാഫ്രിക്ക, ഗോമർ, തോഗർമ തുടങ്ങിയവർ അവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും. ഇസ്രായേലിന്റെ അവസ്ഥയാകട്ടെ, എല്ലാവരും യുദ്ധമില്ലാതെ സുരക്ഷിതമായി താമസിക്കുന്നു. മതിലുകളില്ലാത്ത ഗ്രാമങ്ങൾ, സമാധാനവും സമൃദ്ധിയുമുള്ള കാലം. ഗോഗ് തന്റെ മനസ്സിൽ ചിന്തിക്കുന്നു, ദേശങ്ങൾക്കിടയിൽ സമാധാനത്തോടെ ഇരിക്കുന്ന ഇസ്രായേലിനെ ഞാൻ ആക്രമിക്കണം, അവരുടെ സമ്പത്ത് പിടിക്കണം, അവർ പുനർനിർമ്മിച്ച ദേശം വശപ്പെടുത്തണം. എന്നാൽ ദൈവം പറയുന്നു, പകർച്ചവ്യാധികളും രക്തച്ചൊരിച്ചിലും കൊണ്ട് അവനെ ഞാൻ വിധിക്കും. ഞാൻ അവന്റെയും അവന്റെ സൈന്യത്തിന്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെയും മേൽ പേമാരിയും കന്മഴയും തീയും ഗന്ധകവും വർഷിക്കും. അങ്ങനെ അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എന്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. എസെക്കിയേൽ 38 അധ്യായം 22, 23 തിരുവചനങ്ങൾ. 39 അധ്യായം 3 ഭാഗങ്ങളിലായി വിശദീകരിക്കുന്നു. ഗോഗിന്റെ പൂർണ്ണനാശം, ഗോഗിന്റെ സൈന്യത്തിന്റെ ശവസംസ്കാരവും ശുചീകരണവും, ഇസ്രായേലിന്റെ പുനഃസ്ഥാപനവും, ദൈവത്തിന്റെ മഹത്വ വെളിപാടും. ദൈവം പറവകളെയും കാട്ടുമൃഗങ്ങളെയും വിളിക്കുന്നു. വലിയ യാഗത്തിന് വരുവിൻ, ഗോഗിന്റെ മഹാസൈന്യത്തെ ഭക്ഷിക്കുവിൻ. ഇത് ഗോഗിന്റെ സൈന്യം എത്ര പൂർണ്ണമായി തകർന്നുവെന്ന് സൂചിപ്പിക്കുന്നു. പിന്നീട് ദൈവം പറയുന്നു, ജാതികൾ ന്യായവിധി കണ്ടു. ഞാൻ യഹോവ എന്നാണ് അറിയുക. ഇസ്രായേൽ തന്റെ പാപം കൊണ്ടാണ് ചിതറിപ്പോയത്. എന്നാൽ ഇപ്പോൾ ഞാൻ അവരെ കരുണയോടെ പുനഃസ്ഥാപിക്കും. അവർ ഇനി ഒരിക്കലും നിന്ദിക്കപ്പെടുകയില്ല. എന്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിൽ ഒഴുക്കും. ഈ അധ്യായം ഒരു മഹത്തായ പ്രഖ്യാപനത്തോടെ അവസാനിക്കുന്നു. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എന്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എന്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എസെക്കിയേൽ 39 അധ്യായം 29 തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.